അതായത് ഒരു നാണയത്തിന്റെ ഇരുവശം എന്ന് വേണമെങ്കിൽ RSSനെയും ജമാഅത്ത് ഇസ്ലാമിനെയൊക്കെ നമുക്ക് രണ്ടുപേരും ഉന്നയിക്കുന്നത് മതവാദവും മതരാഷ്ട്രവാദവും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഭാഗത്ത് ഹിന്ദു രാഷ്ട്രമാണ് ഉന്നയിക്കുന്നതെങ്കിൽ മറുഭാഗത്ത് ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടിയുള്ള അതിലൊരു ചെറിയ ചേഞ്ച് ഉള്ളത് പറയാം. അതായത് RSSന്റെ പ്രിൻസിപ്പിളിൽ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് ഓൾറെഡി ആണ്, അത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതില്ല എന്നാണ്. RSSന്റെ നേതാക്കന്മാരോട് ചോദിച്ചാൽ മതി, ഇറ്റ് ഈസ് ഓൾറെഡി ഹിന്ദു രാഷ്ട്രം. പക്ഷെ അങ്ങനെ അല്ലല്ലോ. അല്ലല്ല, അങ്ങനെ നമ്മുടെ മതേതരത്വ ജനാധിപത്യ രാജ്യമല്ലേ. ഒരിക്കലും നമ്മുടെ ആ ഹിന്ദു എന്ന് പറയുന്നത് ഇവിടുത്തെ കൾച്ചറാണ്. ഈ ഹിന്ദുയിസം എന്ന് പറയുന്നത് ഒരേ സമയം മതവുമാണ് സംസ്കാരവുമാണ്. പക്ഷെ അതുള്ള പലതുമായുള്ള വ്യത്യാസം. പക്ഷേ അത് ഞാൻ പറയാം. മതവുമാണ് സംസ്കാരവുമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഹിന്ദു എന്ന് പറയുന്ന ഒരു ലാർജർ അംബ്രല്ലയുടെ ഉള്ളിലേക്ക് സിഖ് വരാറുണ്ട്, ജൈൻ വരാറുണ്ട്, ബുദ്ധിസ്റ്റ് വരാറുണ്ട്. പാഴ്സിയതിലില്ല. ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം വരുന്ന സമയത്ത് ബൈ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് പോലും മറ്റുള്ള മതങ്ങളെ കൂടി ചേർക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ പ്രത്യേകത അത് ഈ ലാൻഡിൽ ഉണ്ടായ സംഭവങ്ങളാണ്. ക്രിസ്ത്യൻ പുറത്തുനിന്ന് വന്നതാണ്, ഇസ്ലാം പുറത്തുനിന്ന് വന്നതാണ്. അപ്പൊ ഇതുപോലെ അല്ല എന്നുള്ളൊരു സംഭവമുണ്ട്.